السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤتِ من لدنه أجرا عظيما. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ ഒരു സന്തോഷം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളിന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് അവൻ്റെ മലക്കുകളിലൂടെ നമുക്ക് സന്തോഷവാർത്ത അറിയിച്ചു തരുന്ന ഏറ്റവും നല്ല ഒരു സദസ്സിൽ വന്നിരിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മുടെ ജില്ലയുടെ പല ഭാഗത്തു നിന്നായി യുവാക്കൾ ഈ സമ്മേളനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ വളരെ ആത്മാർത്ഥമായി ഈ ഒരു സദസ്സിൻ്റെ കൂടെ ശ്രദ്ധാപൂർവം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഐഹിക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആസ്വാദനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ പിന്നിൽ നാം വലിയ അധ്വാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എത്രമാത്രം അധ്വാനിക്കുന്നുവോ അത്രമാത്രം ഭൂമിയിൽ മനുഷ്യനെ ആസ്വദിക്കാൻ പറ്റും. എന്നാൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് നൽകുന്ന നന്മകൾ ലഭിക്കാനാണെങ്കിൽ, അള്ളാഹു നമുക്ക് നൽകുന്ന നന്മകൾ ആസ്വദിക്കാനാണെങ്കിൽ, സഹോദരങ്ങളെ, വളരെ നിസ്സാരമായ അധ്വാനങ്ങളാണ് പലപ്പോഴും അത്തരം കാര്യങ്ങൾക്ക് പിൻഫലമായി നാം ചെയ്യേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇൻ്റെ 40-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദർറ. ഒരാളോടും അള്ളാഹു ഒരണുമണി തൂക്കം അക്രമം പ്രവർത്തിക്കുകയില്ല. ഇനി ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിലോ അള്ളാഹു അത് ഇരട്ടിയാക്കി നൽകും. ഒരു നന്മക്ക് ഇരട്ടി പ്രതിഫലം നൽകും. മാത്രമല്ല, അള്ളാഹുവിങ്കിൽ നിന്നുള്ള വലിയ പ്രതിഫലം അള്ളാഹു അതിന് നമുക്ക് തിരിച്ചു നൽകുകയും ചെയ്യും. സഹോദരങ്ങളെ, ഈ ആയത്ത് ഉദ്ധരിച്ച് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഒരു നന്മ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇഹലോകത്തും പരലോകത്തും അതിനു പറഞ്ഞറിയിക്കാനാവാത്ത എത്രയോ ഇരട്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പ്രതിഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. ആ ഒരു പ്രതിഫലം ലഭിക്കുക എന്ന് പറയുന്നത് ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന മറ്റെന്താസ്വാദനത്തെക്കാളും ഏറ്റവും വലിയൊരാസ്വാദനത്തിനുള്ള വഴിയാണ്. സഹോദരങ്ങളെ, ശരിക്ക് എപ്പോഴാണിത് ബോധ്യപ്പെടുക എന്ന് ചോദിച്ചാൽ, എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ ചില കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോഴാണ്. അതേ സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും ഒഴിഞ്ഞിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ, സ്വർഗത്തിലെത്തുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിലുള്ള ജോലി എന്താ, സ്വർഗത്തിലുള്ള പണി എന്താ? അതേ, ഏറ്റവും ലളിതമായി പണ്ഡിതന്മാർ പറഞ്ഞു, സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്കുള്ള ജോലി എന്ന് പറയുന്നത് ആസ്വദിക്കുക എന്നതു മാത്രമാണ്. ആസ്വദിക്കലല്ലാത്ത ഒരു ജോലി സ്വർഗത്തിലില്ല. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ ഇബാദത്തുകളായി, നന്മകളായി നമുക്ക് പഠിപ്പിക്കപ്പെട്ട എന്തു കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ നന്മകൾക്ക് ശരിക്ക് നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് ഒരിക്കലും മുറിയാത്ത ആസ്വാദനം മാത്രമാണ്. ആ സ്വർഗത്തിലേക്ക് എത്താവുന്ന ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ലളിതമായി സുന്ദരമായി ചെയ്യാൻ പറ്റും. നോക്കൂ, നിങ്ങൾ എല്ലാ ദിവസവും നമ്മൾ നമസ്കരിക്കാറുണ്ട്. ആ നമസ്കാരത്തിനു വേണ്ടി നമ്മൾ വുളൂ ചെയ്യാറുണ്ട്.
സഹോദരങ്ങളെ, ഒരൽപ്പം ആത്മാർത്ഥമായി നാം വുളു ചെയ്താൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ, അല്ലേ, ശരിയായ രൂപത്തിൽ വുളു ചെയ്ത് മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ, ശരിയായ രൂപത്തിൽ ഒരാൾ വുളു ചെയ്തു, എന്നിട്ടോ അല്ലാഹു പറഞ്ഞ രൂപത്തിൽ ആ വുളുഇന് ശേഷമുള്ള പ്രാർത്ഥനയും നിർവഹിച്ചു. അങ്ങനെയാണെങ്കിൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, അതേ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏതിലൂടെയാണോ കടക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ സ്വർഗത്തിലെത്താൻ ആ വുളുവും അതിനുശേഷമുള്ള പ്രാർത്ഥനയും മദീന. ഒരു വുളു കൊണ്ട് ലഭിക്കുന്നത് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏതിലെയും കടക്കാം. സഹോദരങ്ങളെ, അതുപോലെ ചില ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം ചെയ്യുന്ന ദിക്റുകൾ, അത് നമുക്ക് ആ നിലക്ക് വലിയ പ്രതിഫലം നൽകും, അല്ലേ? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ 100 മറത്തിൻ, 100 തവണ ഒരു ദിവസം പറയുകയാണെങ്കിൽ ഉഫിറത് ലഹു ദുനൂബുഹു വലൗ കാനത് മിസ്ല സബദൽ ബഹരി, അതെ, പിന്നെ കടലിലെ നുരയും പതയും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഒരാളുടെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരൊറ്റ ദിക്ർ കൊണ്ട് അതെല്ലാം പൊറുക്കപ്പെടുമെന്നാണ്. സഹോദരങ്ങളെ, എത്ര ലളിതമായി, എത്ര സിമ്പിളായി, എത്ര മഹത്തരമുള്ള, എത്ര വലിയ പ്രതിഫലം നേടാൻ നമുക്ക് പറ്റും. ഇതുപോലെ എത്രയോ മയ്യത്തുകൾ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. മയ്യത്തുകളുടെ കൂടെ നമ്മൾ മറവു ചെയ്യാൻ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ലി അലൈഹാ ഫലഹു ഖീറാത്തുൻ, അതെ, ഒരാള് ഒരു മയ്യത്തിനെ സന്ദർശിക്കാൻ പോയി ആ മയ്യത്തിന്റെ കൂടെ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചാൽ അവന് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. മറവു ചെയ്യുന്നത് വരെ അവിടെ നിൽക്കുകയാണെങ്കിലോ 2 ഖീറാത്ത് പ്രതിഫലമുണ്ടെന്നാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മിസ്ല ജബലി ഉഹദിൻ, ഉഹദ് പർവ്വതത്തോളം പ്രതിഫലമാണ് ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, 7 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയുമുള്ള ഒരു മലയുടെ അത്രക്കു വലിയ കൂമ്പാരമായി നന്മ ചെയ്തതിന്റെ പ്രതിഫലം, അത്ര വലിയ പ്രതിഫലം നാളെ പരലോകത്ത് തുലാസിൽ കനം തൂങ്ങാൻ മയ്യത്തിന്റെ കൂടെ പോയി നിസ്കരിച്ച് മറവ് ചെയ്യുന്നത് വരെ നിന്നാൽ ലഭിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഇതുപോലെ നാം ഈ ഇരിക്കുന്ന സദസ്സുണ്ടല്ലോ, ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്ന ഒരു സദസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സദസ്സിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് ആ മലക്കുകൾ അവരുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിക്കും. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹും അല്ലാഹുമ്മ ഇർഹംഹും, അതെ അല്ലാഹുവേ ഇവർക്ക് കരുണ ചെയ്യണേ, ഇവർക്ക് നീ നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ. ഇങ്ങനെ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അവസാനം ഈ മലക്കുകൾ വാനലോകത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അല്ലാഹുവും മലക്കുകളും നടക്കുന്ന ഒരു സംഭാഷണം ദീർഘമായ ഹദീസിലൂടെ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതെ, ആ ഹദീസിൽ കാണാൻ പറ്റും, ആ സംഭാഷണത്തിന്റെ അവസാനത്തിൽ അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്ന ചോദ്യവും മലക്കുകൾ നൽകുന്ന ഉത്തരവും, അതെ, അല്ലാഹു ആ സംസാരത്തിന്റെ അവസാനം പറയുന്നുണ്ട്, ഖദ് ഗഫർതു ലഹും ഫഅഅതൈതുഹും മാ സഅലു, അവരുടെ എല്ലാ തെറ്റും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു സദസ്സിൽ നമ്മൾ വന്നിരുന്നാലേ മുഴുവൻ തെറ്റുകളും പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരും. മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു നൽകുകയും ചെയ്യുമെന്നാണ്. സഹോദരങ്ങൾ, ഈ ഒരു സദസ്സിൽ ഇരുന്നാൽ കിട്ടുന്ന കൂലിയാണത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഈ സദസ്സ് പിരിയുന്നത് വരെ ആ പ്രതിഫലം കിട്ടണമെന്ന നീയത്തോടുകൂടെ നാം ഇരുന്നാൽ സഹോദരങ്ങൾ നമുക്കിത് ലഭിക്കും. അതെ, ഒരു അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു നേതൃത്വം ഈ സദസ്സിനുണ്ടെങ്കിൽ ആ നേതൃത്വത്തെ അനുസരിച്ച് അതെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുവെങ്കിൽ
ആ നേതൃത്വത്തോട് അനുവാദം ചോദിച്ചിട്ടേ പോകാവൂ. അങ്ങനെ ഇരിക്കണം, അപ്പോഴാണ് ആ പ്രതിഫലം ലഭിക്കുക. അതേ, സുന്ദരമായ നീയത്തോടുകൂടി അള്ളാഹു പ്രതിഫലം നൽകണമെന്ന നീയത്തോടുകൂടി നാം ഇരിക്കുമ്പോഴാണ് ആ കൂലി ലഭിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. മറ്റൊരു റിവായത്തിൽ ഇന്നക അൻതത് തവ്വാബുൽ ഗഫൂർ എന്നും കാണാം. ഈ പ്രാർത്ഥന ഈ സദസ്സ് പിരിയുന്നത് വരെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ആ പ്രതിഫലം നമുക്ക് ലഭിക്കുക. സഹോദരങ്ങളെ, ഇങ്ങനെ ധാരാളം ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റും. ശരിക്കൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചെറിയ ചെറിയ നമുക്ക് ചെയ്യാനൊരു പ്രയാസവുമില്ലാത്ത ചെറിയ നന്മകൾ, അതിൻ്റെ പ്രതിഫലമോ വലിയ പ്രതിഫലം, ആ വലിയ പ്രതിഫലത്തിൻ്റെ അനന്തരഫലമോ ആസ്വാദനം, ഒരു കാലത്തും നിലക്കാത്ത സ്വർഗത്തിൻ്റെ ആസ്വാദനം, അതാണ് ഈ സദസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് ലഭിക്കാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ സദസ്സ് പിരിയുന്ന സമയത്തു ചൊല്ലേണ്ട പ്രാർത്ഥന ചൊല്ലി പിരിയുന്നത് വരെ ശ്രദ്ധാപൂർവം നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല ആളുകളുടെ മുത്തഖുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.